പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ കാഷ്വലായി ഒരു സിനിമയെക്കുറിച്ച് വിലയിരുത്തുകയാണ്. കാഷ്വലായി വിലയിരുത്തുമ്പോഴും ആ സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ്, കാണേണ്ട സിനിമയാണ്. ആസിഫ് അലി നായകനായി അഭിനയിച്ച സർക്കീട്ട് എന്ന പുതിയ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. താമർ കെ വി സംവിധാനം ചെയ്ത സർക്കീട്ട് എന്ന സിനിമ എല്ലാ കുടുംബങ്ങളും ഈ വെക്കേഷൻ കാലത്ത് നിർബന്ധമായും തിയേറ്ററിൽ പോയി കാണണം. രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ADHD എന്ന അസുഖം അല്ലെങ്കിൽ ഒരവസ്ഥ എത്രത്തോളം ഒരു കുടുംബജീവിതത്തെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാനും, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും, അവർ അതിൽ നിന്ന് എങ്ങനെയാണ് മുക്തി നേടുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഈ സിനിമ നമ്മളെ സഹായിക്കും. കുടുംബസമേതം കാണാവുന്ന, ഏറ്റവും നിർബന്ധമായും തിയേറ്ററിൽ തന്നെ ചെന്നിരുന്ന് മനസ്സ് കൊടുത്ത് മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ കാണേണ്ട ഒരു സിനിമയാണ് സർക്കീട്ട്. ആസിഫ് അലി ഈയിടെയായി വരുന്ന സിനിമകളൊക്കെ മികച്ച സിനിമകളായി മാറുന്നു എന്നത് അദ്ദേഹം സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ എത്രത്തോളം സീരിയസ് ആണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവസാനമായി ഹിറ്റടിച്ച കിഷ്കിന്ധ കാണ്ഡമാണെങ്കിലും രേഖാചിത്രമാണെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റു പല സിനിമകളും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പലരും പറയുന്നത് പോലെ ആസിഫ് അലി എന്ന നടൻ മലയാളത്തിന്റെ ഒരു വാഗ്ദാനം തന്നെയാണ്. ഭാവാഭിനയവും എല്ലാ തരത്തിലുള്ള അഭിനയവും അദ്ദേഹത്തിന് വഴങ്ങും. പോലീസ് ഓഫീസർ ആണെങ്കിലും ഗൗരവ തരത്തിലുള്ള അഭിനയമാണെങ്കിലും എല്ലാം അദ്ദേഹത്തിന് വഴങ്ങുമെന്ന് പല സിനിമകളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. സർക്കീട്ട് എന്ന വാക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ, ചെറുപ്പകാലം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് സർക്കീട്ട്. നമ്മൾ ഇങ്ങനെ അലസമായി നടക്കുന്നതിനെയാണ് പണ്ട് വീട്ടുകാരൊക്കെ എവിടെയായി സർക്കീട്ട്, എങ്ങോട്ടേക്കാണ്, അതായത് ഉദ്ദേശമില്ലാത്ത യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഉദ്ദേശമില്ലാത്ത യാത്രയല്ല. ആസിഫ് അലി എന്ന ഒരു ചെറുപ്പക്കാരൻ ജോലി തേടി മിഡിൽ ഈസ്റ്റിൽ എത്തിപ്പെടുകയും അവിടെ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യുകയും അവസാനം സിനിമയുടെ ഒടുക്കത്തിൽ ക്ലൈമാക്സിൽ മാത്രം ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിച്ചേരുന്നതുമൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. കഥ ഇവിടെയൊന്നുമല്ല. ദീപക് പറമ്പോലും ദിവ്യപ്രഭയും അഭിനയിച്ച അല്ലെങ്കിൽ രക്ഷിതാക്കളായി വന്ന് നല്ല അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയാണ് സർക്കീട്ട്. എടുത്തു പറയേണ്ടതാണ്, ദീപക് പറമ്പോലിനൊക്കെ മറ്റുള്ള സിനിമകളിൽ കിട്ടിയതിനേക്കാളും കുറച്ച് അഭിനയ സാധ്യതയുള്ള ഒരു റോളാണ് കിട്ടിയിരിക്കുന്നത്. ദിവ്യപ്രഭയെ എടുത്തു പറയേണ്ടതില്ല. ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളിലൂടെ രാജ്യാന്തര പുരസ്കാരങ്ങൾ കിട്ടിയ സിനിമയിൽ അഭിനയിച്ച ദിവ്യപ്രഭയും, അതേപോലെ തന്നെ അതിലെ ഒരു ചെറിയ പയ്യനുണ്ട്, ഓർഹാൻ ഹൈദർ എന്ന പേരുള്ള ആ പയ്യൻ അവിടെ അഭിനയിച്ചതാണ് എന്ന് എനിക്ക് തോന്നിയതേയില്ല. ആ പയ്യൻ ശരിക്കും ഈ ADHD എന്ന അസുഖം അല്ലെങ്കിൽ ഒരു അവസ്ഥയുള്ള ഒരു കുട്ടിയാണ് എന്ന് തന്നെ തോന്നിപ്പോയി. എത്ര മനോഹരമായിട്ടാണ് ഓരോ സീനും അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് എത്ര വൃത്തിക്കാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓരോന്നും നമ്മളെ തന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രകടനത്തിലൂടെ ആ പയ്യൻ ഇനിയും ഒരുപാട് സിനിമകളിൽ തിളങ്ങും എന്നതിൽ ഒരു സംശയവുമില്ല. സിനിമയിൽ അഭിനയിക്കുക എന്നതിനപ്പുറത്തേക്ക് അഭിനയിച്ചതിൽ എത്രത്തോളം കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു റോളും കിട്ടിയില്ലെങ്കിലും ഓർഹാൻ എന്ന പയ്യനെ ഈ സിനിമയിലൂടെ നമ്മുടെ മനസ്സിൽ കയറിക്കൂടും. എന്തായാലും ഈ ഒരു സിനിമ കൊണ്ടുവരുന്ന സമയത്ത് ഈ സംവിധായകനെ ശ്രദ്ധിക്കാൻ മറ്റൊരു കാരണമുണ്ട്. ഈ സിനിമ വരുന്നത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു. ആസിഫ് അലി എന്ന നടൻ ഈയിടെയായി നേരത്തെ പറഞ്ഞതുപോലെ മികച്ച സിനിമകളിലൂടെ, അത് കിഷ്കിന്ധ കാണ്ഡം, രേഖാചിത്രം പോലെയുള്ള സിനിമകളിലൂടെയൊക്കെ ആൾക്കാരെ കയ്യിലെടുത്ത് അല്ലെങ്കിൽ മനസ്സിലേക്ക് കുടിയേറിയിരിക്കുന്ന സമയത്തും താമർ കെ വി എന്ന സംവിധായകനെ, അദ്ദേഹത്തിനുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ഈ സിനിമ കാണാൻ ആദ്യം തന്നെ പോകാൻ തയ്യാറായത്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഗൾഫിൽ തന്നെ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. ആ സിനിമ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അതിന്റെ പ്രേക്ഷകനെ കൊണ്ടുപോകും. അത് നെഗറ്റീവായിട്ടല്ല, നമ്മൾ പറയുന്ന ഓരോ നുണകളും എത്രത്തോളം മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടെന്നും നമ്മുടെ ജീവിതത്തെ തന്നെ എത്രത്തോളം അത് പലതരത്തിൽ താളപ്പിഴകൾ എത്രത്തോളം സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ 1001 നുണകൾ എന്ന സിനിമയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിൽ, അതായത് UAE റാസൽ ഖൈമയിലാണ് കൂടുതലായിട്ട് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ കഥ എന്ന് പറയുന്നത്, കഥയിലേക്ക് പോകുന്നില്ല, സ്പോയിലർ ആക്കുന്നില്ല. എന്തായാലും താരെ സമീൻ പർ എന്ന് പറയുന്ന അമീർ ഖാന്റെ സിനിമ എനിക്ക് മനസ്സിലേക്ക് ഓടിയെത്തി. ഒരു കഥ എത്രത്തോളം
ഭംഗിയായി പറയാൻ വേണ്ടി പറ്റും. തിരക്കഥയുടെ കെട്ടുറപ്പ്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ, അതിന് വേണ്ട രീതിയിലുള്ള പ്രസന്റേഷൻ, ഇതൊക്കെ ഈ സിനിമയുടെ വളരെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിൽ അഭിനയിച്ച രമ്യ സുരേഷ് ആണെങ്കിലും മറ്റു പലരാണെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ അലക്സാണ്ടർ പ്രശാന്ത് അടക്കമുള്ള ആളുകൾ ഇതിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ആസിഫ് അലി ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് അമീർ എന്നാണ്. അതോടൊപ്പം ഓർഹാൻ എന്ന പയ്യൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ജപ്പു എന്ന് വിളിക്കുന്ന ജഫ്രോൺ ആണ്. ഇവർ രണ്ടുപേരും ഒട്ടിച്ചേർന്ന്, യഥാർത്ഥ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒട്ടിച്ചേർന്ന് തന്നെ പശ കൊണ്ട് ചേർന്ന് നിൽക്കുന്ന പോലെ രണ്ട് മനസ്സുകൾ ചേർന്ന് നിൽക്കുകയാണ്. ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ പ്രേമലു സിനിമയിലെ അമൽ ഡേവിസായ സംഗീത് പ്രതാപാണ്. മികച്ച എഡിറ്റിംഗ് തന്നെയാണ്. നല്ല രീതിയിലുള്ള ഛായാഗ്രഹണവും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. ഒന്ന് രണ്ട് പാട്ടുകളും മികച്ചതാണ്. ഈ ഒരു സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണേണ്ട സിനിമയാണ്. ഗോവിന്ദ വസന്തയുടെ മ്യൂസിക് ആണെങ്കിലും, മ്യൂസിക് എന്ന് പറയുന്ന സമയത്ത് വെറും മ്യൂസിക് ആവശ്യമില്ലാത്തടത്തൊക്കെ കൊണ്ടുവന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നതല്ല, ആവശ്യമുള്ളിടത്ത് മാത്രം. ഇതിൽ ആസിഫ് അലിയുടെ ഒന്ന് രണ്ട് സിറ്റുവേഷൻസ്, ഒന്ന് രണ്ട് സീൻസ് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം കരയുന്നതിലൂടെ നമ്മളെയും പ്രേക്ഷകനെയും അതേ വേവ് ലെങ്ത്തിൽ അവിടത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ നൗഫലിന്റെ കൂടെ ഒരു സ്ഥലത്ത് കാണാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയുണ്ട്. അത് കഴിഞ്ഞ് എന്തിനാണ് ഇറങ്ങി വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് കണ്ണിലൂടെ കണ്ണീരിങ്ങനെ ഇറ്റു വീഴുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ആ സിനിമയിലെ ആ സീനിൽ ഉണ്ടായത്. അതോടൊപ്പം ഒരു ഹോട്ടലിൽ ചെല്ലുന്ന സമയത്ത് ഒരു ചായ ചോദിക്കുമ്പോൾ ആ ഹോട്ടലുകാരനായ മലയാളി ആസിഫ് അലിക്ക് ചോറ് എടുത്ത് കൊണ്ടു കൊടുക്കുകയാണ്. ആ സമയത്തുള്ള ഒരു ഇൻസിഡന്റും ആ ഒരു സമയത്തുള്ള പ്രസന്റേഷനും ആ ഒരു ഭാവവും നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നതാണ്. ഓരോ പ്രവാസിയും അനുഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കഥയാണ് ഇത് എന്ന് നമുക്കറിയാം. തൊഴിലന്വേഷിച്ച് ഗൾഫിൽ പോയ ആളുകളൊക്കെ ഏത് തരത്തിലൊക്കെയാണ് അവരുടെ ജീവിതം തള്ളി നിൽക്കുന്നതെന്നും അവസാനം ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പിലേക്ക് കയറി പിടിച്ച് രക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാ പ്രവാസിയുടെ കഥയിലും, ചിലപ്പോൾ 90% പ്രവാസികളുടെ കഥയിലും മിക്കവാറും ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാവാം. ഒരു ഡെലിവറി ബോയിയായും മറ്റുള്ള തരത്തിലും ഒക്കെ, അതേപോലെ തന്നെ കുടുസുമുറിയിൽ താമസിക്കുന്നത്, ജീവിക്കുന്നത്, അവിടെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് കൃത്യമായി ഈ സിനിമയിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. താമർ KV എന്ന് പറയുന്ന സംവിധായകന് ഇനിയും ഗൾഫിലെ ജീവിതത്തെക്കുറിച്ച്, പ്രവാസിയുടെ ജീവിതത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് പൊള്ളുന്ന അനുഭവങ്ങളും കഥകളും ഉണ്ടാവാം. നമ്മൾ കണ്ട ആടുജീവിതത്തിലെ നജീബ് മാത്രമല്ല, ഒരുപാട് മനുഷ്യർ പലതരത്തിൽ അവിടെ ലേബർ ക്യാമ്പുകളിലും ഒക്കെ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരുടെ ഒരുപാട് കഥകളുമായി താമർ KVക്ക് ഇനിയും വരാൻ സാധിക്കട്ടെ. മികച്ച ഒരു സിനിമയാണ്. ഒരിക്കലും നിങ്ങൾ ഇത് നഷ്ടപ്പെടുത്തരുത്. തിയേറ്റർ വാച്ച് നിർബന്ധമായും ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ ഫോണിലോ അല്ലെങ്കിൽ TV-യിലോ കാണുന്ന സമയത്ത് കിട്ടുന്നതിനേക്കാളും ഒരു ഫീൽ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തുടർച്ചയായ വിജയങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആസിഫ് അലി എന്ന നടൻ നമ്മുടെ ഏറ്റവും മികച്ച ഒരു വാഗ്ദാനമായി, അല്ലെങ്കിൽ മലയാളത്തിന്റെ ഒരു അഭിമാനമായി വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നതോടൊപ്പം താമറിന് ഇതുപോലുള്ള ശക്തമായ കഥകൾ കെട്ടിപ്പടുക്കാനും അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ താമർ KVയുടെ 1001 നുണകൾ കണ്ടിട്ടില്ല എങ്കിൽ OTT-യിലൊക്കെ അതും ലഭ്യമാണ്. അതും കൂടി കാണുക. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. കുടുംബങ്ങൾ, ഭാര്യാഭർത്താക്കന്മാർ, അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ ഒക്കെ ഇങ്ങനെ വളരെ കൺസേൺ ചെയ്തുകൊണ്ടുള്ള സിനിമകളാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരിക്കൽ കൂടി ഞാൻ നിർബന്ധമായും കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.